ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബ്ലസ്സി സാജു. ഇന്ന് ഞാൻ നമ്മുടെ മിനി സൺഫ്ലവറിൽ അതിൻ്റെ ഒരു ടിപ്സ് പറഞ്ഞുതരാം. നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ ചൂട് സമയം വന്നു. അപ്പം ഏറ്റവും നല്ലത് ഒരു ഫർട്ടിലൈസറും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾ ഗ്രോ ചെയ്യണം. അരി വച്ചും ഗ്രോ ചെയ്യാം, സാപ്ലിംഗ് വച്ചും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു വലിയൊരു ടിപ്സ് ഇതാ. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഹൈറ്റ് അങ്ങ് ഒത്തിരി മുകളിൽ പോയില്ലയോ, ഇത് വരാൻ കൊടുക്കല്ലേ. അപ്പോൾ കണ്ട അത്രയും കൊള്ളത്തില്ല. അപ്പോൾ എന്താ ചെയ്യണം? ഇപ്പം നിങ്ങൾ സീഡ്സ് വച്ചും കിളിപ്പിച്ചും അല്ലെങ്കിൽ സാപ്ലിംഗ് വച്ചും കിളിപ്പിച്ചും ഇച്ചിരി വലിയ ആകുമ്പം ഇതിൻ്റെ ബഡ്സ് വരാൻ നേരത്ത് അതിൻ്റെ ടിപ്സ് നിങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോഴെന്തോ ആവും, ഇതിൻ്റെ താഴെ നിന്ന് നിങ്ങൾ നോക്ക്, ഒത്തിരി ഷൂട്ട്സ് വരുന്നുണ്ടോ? ഈ ഷൂട്ട്സിനകത്ത് മൊത്തം നിങ്ങൾക്ക് ഇപ്പം ബഡ്സ് വരും, എല്ലാം ഇപ്പം കിളിക്കും. അപ്പം ഇതിൻ്റെ ടിപ്സ് അത് തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതൽ നീളം വേണ്ടെങ്കിൽ, ഇപ്പം ഇതിൻ്റെ നീളമില്ല, ഒരു ഭംഗിയും കാണത്തില്ല, 1-2 പൂ ഇങ്ങനെ കിളിച്ചിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത്രയും ഭംഗി കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇതാ ടിപ്സ്. ഇത് നിങ്ങളിങ്ങനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. മോളിൽ ഇത് ബഡ്സ് വരുമ്പോൾ പ്രൂണിങ് ചെയ്യാൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്ന ശേഷം ഇതിൻ്റെ ബ്രാഞ്ച് താഴെ നിന്ന് മൊത്തം ഇതിന് പുതിയ ഷൂട്ട് വരും, പുതിയ ബ്രാഞ്ച് വരുന്നിട്ട് ഇത് അതിനകത്ത് മൊത്തം ഇപ്പം ബഡ്സ് ഇറങ്ങി വരും. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ടിപ്സ് ഇതാ. അപ്പോഴേ നിങ്ങൾക്ക് നല്ല ബുഷിയും പ്ലാന്റും കിട്ടും, നല്ല ഫ്ലവറും കണ്ടാൽ നല്ല രസമാണ്. താങ്ക് യു.